സംസ്ഥാന ഗതാഗത പദ്ധതിക്ക് കീഴിൽ റോഡ് നിർമ്മാണത്തിനായി കുഴിച്ചെടുത്ത മണ്ണ് കരുവന്നൂരിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമം ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. കൊടുങ്ങല്ലൂർ കൂർക്കഞ്ചേരി റോഡ് നിർമ്മാണത്തിലെ അനാസ്ഥയ്ക്കെതിരെയാണ് ജനപ്രതിനിധികൾ പ്രതിഷേധിച്ചത്. കഴിഞ്ഞ ദിവസമാണ് കരുവന്നൂർ ചെറിയ പാലത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ശേഖരിച്ച മണ്ണ് നീക്കം ചെയ്യാൻ ശ്രമം നടന്നത്. വിവരമറിഞ്ഞ് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി. കരുവന്നൂരിൽ വൻതോതിൽ ശേഖരിച്ചിരുന്ന മണ്ണ് നീക്കം ചെയ്യാനുള്ള ലോറികൾക്ക് മുന്നിൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഔദ്യോഗിക വാഹനമിട്ട് തടഞ്ഞായിരുന്നു പ്രതിഷേധം. KSTP ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തണമെന്ന് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഇവിടെ ശേഖരിച്ചിരുന്ന മണ്ണ് കരാറെടുത്തിരുന്നവരുമായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങൾ തർക്കത്തിലായത് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. ഇതിനിടെ വിവരമറിഞ്ഞ് ചേർപ്പ് പോലീസും സ്ഥലത്തെത്തി. തുടർന്ന് നടന്ന ചർച്ചയ്ക്കു ശേഷം മണ്ണ് നീക്കം ചെയ്യുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ കരാറുകാരന് പോലീസ് നിർദ്ദേശം നൽകി. KSTP ഉദ്യോഗസ്ഥർ വന്നതിനുശേഷമേ മണ്ണ് നീക്കം ചെയ്യാൻ അനുവദിക്കൂവെന്ന് ജനപ്രതിനിധികൾക്ക് പോലീസ് ഉറപ്പു നൽകി. ചേർപ്പ് പഞ്ചായത്ത് പരിധിയിൽ കഴിഞ്ഞ മാസം റോഡ് നിർമ്മാണം തീർക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നടപ്പിലായില്ലെന്ന് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് പറഞ്ഞു. ചേർപ്പ് പഞ്ചായത്തിന്റെ മേഖലയിലുള്ള KSTP വർക്ക് നടക്കുന്ന സ്ഥലത്ത് വർക്ക് പൂർണ്ണമായിട്ടും അവർ പൂർത്തീകരിച്ചിട്ടില്ല. അവർ ഫെബ്രുവരി 28-ാം തീയതിക്ക് മുമ്പ് റോഡിന്റെ ഇരുവശങ്ങളിൽ ടൈലിടാനും അപ്രോച്ച് റോഡുകളൊക്കെ കോൺക്രീറ്റ് ചെയ്യാമെന്ന് KSTPയുടെ ഓഫീസർ മനോജ് പഞ്ചായത്ത് പ്രസിഡന്റ് നൽകി എന്നോട് ഒരു ഉറപ്പ് പറഞ്ഞതാണ്. അതിനു മുമ്പും നമ്മൾ താലൂക്ക് വികസന സമിതിയിൽ പോയിട്ട് ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോഴും അവിടെ നിന്ന് താലൂക്ക് വികസന സമിതിയിൽ അവർ പങ്കെടുത്തില്ല. നമ്മൾ ചേർപ്പ് പഞ്ചായത്ത് പ്രമേയമായിട്ട് ആവശ്യപ്പെട്ടത് നമ്മളതിൽ അജണ്ടയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അവർ പങ്കെടുത്തില്ല. പിന്നീട് ഫോൺ ചെയ്ത ഇപ്പോൾ നമ്മുടെ തഹസിൽദാർ ഫോൺ ചെയ്ത സമയത്ത് KSTPയുടെ ചാർജുള്ള മനോജ് പറഞ്ഞു നമ്മുടെ അടുത്ത് ഫെബ്രുവരി 28-ാം തീയതി തീർത്ത് തരുമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ മാർച്ച് 3-ാം തീയതിയായി, ഇതുവരെയ്ക്കും ഒരു പണി ആരംഭിച്ചിട്ട് പോലില്ല. അതുകൊണ്ട് അവരുടെ മണ്ണ് യാർഡിൽ ഉള്ള മണ്ണ് ഇവിടുന്ന് കണ്ടമാനം വണ്ടികളിൽ കയറിപ്പോയി ഇവിടെ അടുത്തുള്ള പാടങ്ങളൊക്കെ നികത്തുന്നതായിട്ട് അറിഞ്ഞു. അത് അറിഞ്ഞ വഴിക്ക് ഞങ്ങൾ പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾ വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനടക്കം മെമ്പർമാരടക്കമുള്ള കമ്മിറ്റി ഞങ്ങളിവിടെ വന്നു. ഞങ്ങൾ മണ്ണ് തടഞ്ഞു, ഇവരെ വിളിച്ചു, ഇവരാരും രംഗത്ത് വന്നിട്ടില്ല. ഇത് ഒരു കോൺട്രാക്ടർ പറഞ്ഞു, ഇതിൻ്റെ മണ്ണ് ടെൻഡർ എടുത്ത ഒരാൾ നമ്മളോട് പറഞ്ഞു മണ്ണ് ടെൻഡർ എടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ മണ്ണ് ടെൻഡർ കൊടുക്കാനുള്ള അധികാരം അവർക്കില്ല. നമ്മുടെ റോഡുകളിലെ മണ്ണ് നമ്മുടെ പ്രദേശത്ത് ഉള്ള നമ്മുടെ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് തരാമെന്ന് അവർ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെയ്ക്കും അവർ തന്നിട്ടില്ല. അപ്പോൾ നമുക്കിത്രയുള്ളൂ, ഇവിടെ നമ്മുടെ റോഡുകൾ നമ്മുടെ പ്രദേശത്തുള്ള റോഡുകൾ പണി കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് മണ്ണ് കൊണ്ടുപോകാനായിട്ട് അനുവദിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇനി അത് കൊണ്ടുവന്ന മണ്ണ് നമ്മൾ വണ്ടി അടക്കം നമ്മൾ തടഞ്ഞു വയ്ക്കും. ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടി വിളിച്ചു ചേർത്ത താലൂക്ക് വികസന സമിതി യോഗത്തിൽ KSTP ഉദ്യോഗസ്ഥർ പങ്കെടുത്തില്ല. പഞ്ചായത്ത് പരിധിയിൽ നിന്ന് ശേഖരിച്ച മണ്ണ് വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് നൽകിയുമില്ല. പാടത്തോട് ചേർന്ന സ്ഥലത്ത് 10 അടിയോളം ഉയരത്തിലാണ് മണ്ണ് ശേഖരിച്ചിട്ടുള്ളതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് വിദ്യാ രമേശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KR സിദ്ധാർത്ഥൻ, M സുജിത് കുമാർ, ബൈജു സെന്റ് ജോൺ, സൂര്യ ഉദയൻ എന്നിവരും മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമം തടഞ്ഞ് ജനപ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്നു.